നാടകീയ രംഗങ്ങൾക്കൊടുവിൽ കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. യുഡിഎഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി അംഗങ്ങൾ ആരും പഞ്ചായത്തിൽ എത്താത്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് മാറ്റിയത്. ആകെയുള്ള 19 സീറ്റുകളിൽ LDF-നും UDF-നും 9-ഉം NDA-യ്ക്ക് 1-ഉമാണ് കക്ഷിനില. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ നിലവിലുള്ള വൈസ് പ്രസിഡന്റ് കാർത്തിയായനിയെ UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. എന്നാൽ 2 ദിവസം മുൻപ് ഉഷ എൻ നായരെ UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെയാണ് കോൺഗ്രസിനുള്ളിൽ വിഭാഗീയത ശക്തമായത്. കാർത്തിയായനിക്കും ഉഷ എൻ നായർക്കും വേണ്ടിയുണ്ടായ തർക്കം പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് UDF അംഗങ്ങൾ എത്തിയില്ല. ഉഷ എൻ നായർ പഞ്ചായത്തിൽ എത്തിയെങ്കിലും ഹാളിനകത്തേക്ക് പ്രവേശിക്കാതെ മടങ്ങി. ആരെയും പിന്തുണയ്ക്കില്ലെന്ന് തീരുമാനിച്ച NDA അംഗവും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. LDF-ന്റെ 9 അംഗങ്ങൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി എത്തിയെങ്കിലും ക്വാറം തികയാതെ വന്നതോടെ തെരഞ്ഞെടുപ്പ് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ഇതിനിടെ NDA അംഗം ഇറങ്ങിപ്പോയത് കോൺഗ്രസ് BJP ധാരണയുടെ പുറത്തെന്ന് CPIM ആരോപിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഇവിടെ എല്ലാ കാലത്തും പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ UDF-ഉം BJP-യും തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള തെളിവാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്ന കാര്യത്തിൽ UDF-ൽ ആശയക്കുഴപ്പം തുടരുകയാണ്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.